അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം കൂടെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്രയം ആരും ഇല്ലാത്തവർ, ശക്തിയില്ലാത്തവർ, ബലഹീനരായിട്ടുള്ളവർ, ഒരു കൈത്താങ്ങില്ലാതെ ഒരടി പോലും മുൻപോട്ട് വയ്ക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വന്നവർ, അനാഥരായിട്ടുള്ളവർ, വിധവമാരായിട്ടുള്ളവർ, കടമുള്ളവർ, രോഗികളായിട്ടുള്ളവർ, ഇങ്ങനെയുള്ളവർ ആരെങ്കിലും സർവശക്തനിലേക്ക് നോക്കി നിലവിളിക്കുന്നുണ്ടെങ്കിൽ ഒരു സഹായത്തിനായി, ഒരു കൈത്താങ്ങിനായി, ഒരു ബലത്തിനായി, ഒരു ശക്തിക്കായി, ഒരു രാത്രിയെങ്കിലും സമാധാനത്തോടെ കിടന്നിറങ്ങുവാനുള്ള ഒരാശ്വാസ സന്ദർഭത്തിനായി കൊതിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു മഹത്തായ വാഗ്ദത്തത്തിൻ്റെ വചനമാണ് യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൻ്റെ 13 വാക്യം. ഇങ്ങനെ വായിച്ചു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ആരും നിനക്ക് ശക്തി പകരാനില്ലെങ്കിലും, നിനക്ക് സഹായം പകരാൻ ആരുമില്ല എങ്കിലും, ഒരു കൈത്താങ് തന്ന് രക്ഷയുടെ വഴിയിലേക്ക്, നീതിയുടെ വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ നിനക്കാരുമില്ല എങ്കിലും ഭാരപ്പെടരുത്, ഭയപ്പെടരുത്, ഞാൻ നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വാഗ്ദത്തം ലഭിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ കൃപയിൽ നിൽക്കുന്നത്. ഈ വചനം ഇന്ന് കേൾക്കുന്നത് തന്നെ ഭയപ്പെടേണ്ട എന്ന് ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ദൈവ ശബ്ദം കേൾക്കുവാൻ ഇടയായവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരിൽ ഒരു പ്രത്യാശയുണ്ട്. ഭയപ്പെടേണ്ട എന്ന വിഷയം സംബന്ധിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ ഭയപ്പെടേണ്ട എന്ന് ദൈവം മനുഷ്യനോട് പറയുന്നതിന് 3 സ്റ്റേജുകളുണ്ട്. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇഴഞ്ഞു ചേരുവാൻ സാധ്യമാകുകയുള്ളൂ. ഇല്ലായെങ്കിൽ നമ്മൾ എന്നും ഈ വചനം വായിക്കുന്നവരായി, ഉരുവിടുന്നവരായി മാത്രം അവശേഷിക്കും. ഉദാഹരണം, അതിൻ്റെ വ്യക്തത മനസ്സിലാകണമെങ്കിൽ ഒരു ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ ഈ കൊച്ചു കുട്ടികളെ തനിയെ വിടാതെ നമ്മൾ അവരുടെ ബാഗും ഒക്കെ എടുത്ത് അമ്മമാരോ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ ആരെങ്കിലുമോ വേണ്ടപ്പെട്ടവരാരെങ്കിലും ആ കുഞ്ഞുങ്ങളെ ബസ് സ്റ്റോപ്പിൽ വരെ കൊണ്ടുപോയി ഭദ്രമായിട്ട് വിടും. ആ കുഞ്ഞുങ്ങളോട് നമ്മൾ കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്: പപ്പ, മമ്മി ഇല്ലെങ്കിൽ ഇന്നാരും കൂടെയുണ്ട്, മക്കൾ പേടിക്കണ്ട കേട്ടോ, എല്ലാ സഹായത്തിനും ഞങ്ങൾ കൂടെയുണ്ടെന്ന് ആ വാഗ്ദത്തം കുഞ്ഞുങ്ങൾ കേൾക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു. അവരങ്ങനെ ആ സഹായം അവർ ഏറ്റുകൊണ്ടവരായി, അതിൽ ഉറച്ചവരായി അവർ സ്കൂളിലേക്ക് പോകുന്നു. എന്നാൽ അവർ കുറച്ച് വളർന്ന് ഒരു ഹൈസ്കൂൾ പരുവത്തിലാകുമ്പോൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ അവരുടെ സ്കൂളിൽ കൊണ്ടുവിടുന്നതിന് വേണ്ടി ബാഗും തൂക്കിക്കൊണ്ട് അവരുടെ പുറകെ പോകാറില്ല. കാരണം അവർ ശക്തരാണെന്ന് നമ്മൾ മനസ്സിലായി. അപ്പോൾ അവരോട് പറഞ്ഞു: മോനെ, മക്കൾ ഇനിയും സൂക്ഷിച്ച് പോകണം, പേടിക്കരുത് കേട്ടോ, വഴിയിലൊന്നും പേടിക്കരുത്, വണ്ടിയോ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി മക്കൾ പേടിക്കരുത്, തനിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ അത് കേട്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ അത് വിശ്വസിച്ചും കൊണ്ട് പോകുന്നു. എന്നാൽ ഈ കുട്ടി അല്പം കൂടെ വളർന്ന് ഒരു ഹയർ സ്റ്റഡിയിലേക്ക് കോളേജിൽ പോയിട്ട് ഒരു ദിവസം കോളേജിൽ നിന്ന് വരുമ്പോൾ ആ കുഞ്ഞിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ: മക്കളെ, പേടിയുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞെന്ത് മറുപടി തരും? അപ്പോൾ അവർ പറയും: എനിക്ക് ഒരു പേടിയുമില്ല, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എനിക്ക് ഏത് ബസ്സിലും ട്രെയിനിലും ഒക്കെ പോകാൻ, അല്ലെങ്കിൽ സ്കൂട്ടറിലോ സൈക്കിളിലോ ഒക്കെ പോകുവാൻ എനിക്ക് പ്രാപ്തിയുണ്ട്, എനിക്ക് ഒരു പേടിയുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ 3 സ്റ്റേജിനെ കണ്ടു. ഒന്ന്, ആദ്യം പറഞ്ഞു ഭയപ്പെടേണ്ട, ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ മക്കളോട് കൂടെ ഉണ്ട്. അതിനുശേഷം കുട്ടിയോട് പറഞ്ഞു പേടിക്കരുത്, മക്കൾ പേടിക്കാതെ പോകണം. അതിനുശേഷം ആ കുട്ടി നമ്മളോട് പറഞ്ഞു എനിക്കൊന്നിനും പേടിയില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൽ നിന്ന് ഭയപ്പെടേണ്ട എന്ന വാഗ്ദത്തം നമ്മൾ പ്രാപിക്കുമ്പോൾ, നമുക്ക് ലഭിക്കുമ്പോൾ, ഇങ്ങനെ 3 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ അശക്തി കാരണത്താൽ, നമ്മുടെ ബലഹീനത കാരണത്താൽ, നമ്മുടെ ഭയം കാരണത്താൽ പലപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ആശ്വസിപ്പിക്കും: ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് ശക്തി പകരും, ഞാൻ നിന്നെ സഹായിക്കും, നിനക്കാരുമില്ല എന്ന് നീ വിചാരിക്കരുത്, നീ തനിച്ചല്ല, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്
എന്ന് ദൈവം വാഗ്ദത്തം തരുന്നു. നോക്കൂ, ഇനിയും നമുക്ക് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഭയപ്പെടേണ്ട, ഏറിയ കുരുകിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളെക്കുറിച്ചുള്ള വില മനസ്സിലാക്കാഞ്ഞതുകൊണ്ട് പലപ്പോഴും ഭയം നിങ്ങളെ വേട്ടയാടി. നിങ്ങൾ ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ വില, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകുന്നു. നിങ്ങൾ ഭയത്തിന് അടിമകളാകുന്നു. ആകയാൽ നിങ്ങളുടെ വിലയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു വിലയുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. ദൈവം നിങ്ങളെ കരുതുന്നതായ ഒരു ധനമുണ്ട്. നിങ്ങളെ വിലയേറിയവരായി ദൈവം കാണുന്നു. ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. യെസ്, നമ്മൾ ശക്തരാണ്, നമ്മൾ വിലയില്ലാത്തവരല്ല, നമ്മൾ സഹായമില്ലാത്തവരല്ല, നമുക്ക് തനിച്ച് യാത്ര ചെയ്യുവാൻ കഴിയും എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ വളരും. ഈ പ്രത്യാശ വളർന്നു കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക്, ഈ ഹൈസ്കൂളിൽ നിന്ന് നമ്മൾ കോളേജിലേക്ക് പോകുന്നത് പോലെ 23-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മളിലൊരു പ്രത്യാശയുടെ വാക്കുയരും. എന്താണെന്ന് അറിയാമോ? കൂരിരുൾ താഴ്വരകളിൽ കൂടെ നടന്നിരുന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഈ സ്റ്റേജിൽ വരുമ്പോഴേക്കും ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞതായ ദൈവം തരുന്നതായ ശക്തിയും സഹായവും നമ്മെ കൂരിരുളുകളിൽ ഭയം കൂടാതെ നടക്കുവാൻ നമ്മളെ ശക്തരാക്കി വളർത്തി. ദൈവം നമ്മോട് കൂടെ ഉള്ളപ്പോൾ ഈ 3 സ്റ്റേജും കവർ ചെയ്യുന്നവരാകണം. ഇല്ലായെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ ഭയപ്പെടുന്നവരായിരിക്കും. എപ്പോഴും ജീവിതകാലം മുഴുവനും അശക്തരായി നമ്മൾ തുടരും. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ബലമുള്ളവരായി തീരുവാൻ കഴിയുകയില്ല. ജീവിതത്തിൽ ഒരിക്കലും ഭയം കൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ, നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ ദൈവം നമ്മുടെ അടുത്ത് വന്ന് നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്നാൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കും പേടിക്കരുതെന്ന് പറയുന്ന വാക്കും രണ്ടും രണ്ടനുഭവമാണ്. കേൾവിയിൽ ഒരേ അർത്ഥം പോലെ നമുക്ക് തോന്നുമെങ്കിലും അത് 2 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. ഒന്ന്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിൽ ശക്തി ഇല്ലാത്തവരായിരുന്നു, നമ്മളിൽ ബലമില്ലാത്തവരായിരുന്നു, നമ്മളിൽ ആർക്കും സഹായം അല്ലെങ്കിൽ ആരും നമ്മളെ സഹായിക്കാൻ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. ആ സ്ഥാനത്തു നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തു, നമ്മെ ശക്തീകരിച്ചു, നമ്മെ ഒരു വയലിൽ ഒളിച്ചു വെച്ച ആരും കാണാത്ത ആ വലിയ നിധിയായി നമ്മൾ ഒരു കാലത്തിരുന്നു. എന്നാൽ ദൈവം നമ്മെ കണ്ടപ്പോൾ നമ്മുടെ വിലയെ മനസ്സിലാക്കി. ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മെ വാങ്ങിക്കുവാൻ കർത്താവിന് ആ ദൈവത്തോടുള്ളതായ സമത്വം പോലും ഉപേക്ഷിച്ച് കളയുവാൻ കാരണമായി തീർന്നു. കാരണം നമ്മളിലുള്ളതായ വില അത്ര മഹത്വമാണ്. കർത്താവ് പറയുകയാണ്, വയലിൽ ദൈവരാജ്യം വയലിൽ ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു, ഒരു വ്യാപാരി കണ്ടു, അതിൻ്റെ വിലയെക്കുറിച്ച് മനസ്സിലാക്കി, ഓടിച്ചെന്ന് അത് മറച്ചതിന് ശേഷം തനിക്കുള്ളത് മുഴുവനും വിറ്റിട്ട് വന്ന് ആ വയൽ വാങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ വിലയേറിയവരായി മാന്യരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നാം എപ്പോഴും ഭയപ്പെടുന്നവരാകരുത്, നാം എപ്പോഴും ഉഴലുന്നവരാകരുത്, എപ്പോഴും നമ്മൾ കരയുന്നവരാകരുത്. ഒരു ദിവസം തനിയെ നിൽക്കുവാൻ, തനിയെ യാത്ര ചെയ്യുവാൻ, നമ്മുടെ ബലത്തെക്കുറിച്ചും നമ്മുടെ അല്പ സന്തോഷത്തെക്കുറിച്ചും ദൈവം നമ്മിൽ തന്നിരിക്കുന്ന രക്ഷയുടെ സന്തോഷത്തിൻ്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ എപ്പോഴും ശത്രുവിൻ്റെ മുൻപിൽ ഒരു ഇരയെപ്പോലെ ഭയന്നോടുന്ന ഒരു ജീവിതമായി നാമും നമ്മുടെ കുടുംബവുമായി പോകും. നോക്കൂ, യോശുവയോട് ഒരു ദിവസം ദൈവം പറഞ്ഞു, നീ ശക്തി പ്രാപിക്കണം, മോശയോട് ഇരുന്നതുപോലെ ഞാനും നിന്നോടുകൂടെ ഇരിക്കും, നീ ബലപ്പെടണം, ഭയപ്പെടരുതെന്ന് പറഞ്ഞു. ഒരു ദിവസം ആ ശക്തിയെ യോശുവ സംഭരിച്ചതിന് ശേഷം ദൈവം കൊടുത്തതായ ബലത്തെയും ദൈവം കൊടുത്തതായ ആത്മസന്തോഷത്തെയും ധൈര്യത്തെയും യോശുവ തൻ്റെ ജീവിതത്തിൽ സംഭരിച്ചതിന് ശേഷം ഒരു ദിവസം താൻ വിളിച്ചു പറയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ സ്നേഹിക്കും, ദൈവത്തിൽ നിന്ന് പിന്മാറുകയില്ല. കാരണം എന്താണെന്നറിയാമോ? തനിച്ച് നിൽക്കേണ്ടി വന്നിരുന്നാലും ശരി, നിൽക്കുവാൻ ഞങ്ങൾ ഇപ്പോൾ ബലമുള്ളവരാണ്. ഞാനും ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾ ബലം പ്രാപിച്ചു കഴിഞ്ഞു, ദൈവത്തിൽ നിന്ന് ബലം സംഭരിച്ചു കഴിഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം വായിച്ചതായ
വേദഭാഗത്തിലേക്ക് വീണ്ടും കടന്നു വരാം. യെശയ്യാപ്രവചനം 41 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ ദൈവം പറയുന്നതായ വചനം, ഇന്ന് നമ്മൾ ആ വചനം കേൾക്കുകയാണെങ്കിൽ നമ്മളിലും ദൈവം ഒരു വളർച്ച ആവശ്യപ്പെടുന്നു. നാളെ നമുക്ക് തനിയെ നിൽക്കുവാൻ നമ്മുടെ വിലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. അവരുടെ ബലഹീനതയെ ദൈവം കണ്ടു, അവരുടെ താഴ്ചയെ ദൈവം കണ്ടു. എന്നാൽ ക്രിസ്തുയേശുവിൽ കൂടെ ആ രക്ഷയെ, ദൈവത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കിയതായ ഒരു കൂട്ടം ജനത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ്, നിങ്ങൾ ഏറിയ കുരുകിലിനേക്കാളും വിശേഷതയുള്ളവരാണ്, നിങ്ങൾ പക്ഷികളെക്കാൾ വിശേഷതയുള്ളവരാണ്, മൃഗങ്ങളെക്കാൾ വിശേഷതയുള്ളവരാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ചയുള്ളവരെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ദൈവം നിങ്ങൾക്ക് തരുന്നതായ മാന്യതയെക്കുറിച്ചുള്ളതായ ഒരു ബോധം, ഒരു അവബോധം നിങ്ങളെ ഭരിക്കുമ്പോൾ നിങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു ധൈര്യം വീണ്ടെടുക്കുന്നു. ഏത് പ്രതികൂലതയും ജയിക്കുവാൻ നിങ്ങൾ ശക്തിയുള്ളവരായി തീരുന്നു. അങ്ങനെ നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു വാക്ക് വരും, വിശ്വാസത്തിന്റെ വാക്ക്, പ്രത്യാശയുടെ വാക്ക്. എന്താണെന്ന് അറിയാമോ? കൂരിരുൾ താഴ്വരകളിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം എന്നോടുകൂടെയുണ്ട്. അവൻ നിന്നോടുകൂടെ ഉള്ളപ്പോൾ നിനക്ക് ഭയപ്പെടേണ്ടതായി ലോകത്തിൽ ഒന്നുമില്ല എന്ന് ദൈവം നിനക്ക് ഉറപ്പ് തരികയാണ്. നാം നമ്മെ തന്നെ ഉറപ്പിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ സ്വയം ശക്തിപ്പെടുന്നവരാകണം. നമ്മുടെ ബലത്തെക്കുറിച്ച് നമ്മൾ ജ്ഞാനമുള്ളവരായിരിക്കണം. നമ്മുടെ ബലത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം. എപ്പോഴും നമുക്ക് ബലഹീനരായി നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മളിൽ ഒരു ബലം വന്നേ ഒക്കത്തുള്ളൂ, നമ്മളിൽ ഒരു പ്രാപ്തി വന്നേ ഒക്കത്തുള്ളൂ. പലപ്പോഴും മറ്റുള്ളവർ നമ്മെ സഹായിക്കുവാനില്ലാത്തപ്പോൾ, എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് കളയുമ്പോൾ അതിൻ്റെ അർത്ഥം നാം കരയുന്ന കാക്കക്കുഞ്ഞുങ്ങളെ പോലെയല്ല, ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് കഴുകനെ പോലെ ബലം അല്ലെങ്കിൽ ആ ശക്തി പ്രാപിച്ച് ഉയരത്തിൽ പറക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വായത്തമാക്കണം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ നിന്നെ സഹായിക്കുന്നതിനാൽ നീ ബലം പ്രാപിക്കേണ്ടത്, ശക്തീകരിക്കേണ്ടത് നിന്റെയും കൂടെ ആവശ്യമാണ്. എപ്പോഴും ദൈവം നമ്മെ സഹായിച്ചെന്നിരിക്കത്തില്ല, എപ്പോഴും ദൈവം നമ്മെ ശക്തീകരിക്കാൻ നമ്മോടുകൂടെ വന്നില്ല എങ്കിലും ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ പൈതൽ, എൻ്റെ മകൻ, എൻ്റെ മകൾ തനിയെ നിൽക്കുവാൻ അവൾ ശക്തിയാണ്, ശക്തിയുള്ളവളാണ്, ശക്തിയുള്ളവനാണ് എന്നുള്ളതായ ഒരു ഉറപ്പ് ദൈവത്തിന് ലഭിക്കുമ്പോൾ, നോക്കൂ, ദൈവം നമ്മെ അധികമായി മറ്റുള്ളവരെ സഹായിക്കുവാൻ ദൈവം നമ്മെ നിയോഗിക്കുന്നു. ബലഹീനരെ സഹായിക്കുവാൻ ദൈവം നമുക്ക് ആ ഉദ്യോഗം നമുക്കായിട്ട് തരുന്നു, നമ്മെ അതിന് ചുമതലപ്പെടുത്തുന്നു. അനേകരെ ബലപ്പെടുത്തുവാൻ, താഴ്വരയിൽ ബലഹീനരായിരിക്കുന്നവരെ, അശരണരായിരിക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നമ്മെ ഉത്തരവാദിത്തപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ അങ്ങനെയാണ് ഒരു വ്യക്തി, ഒരു വിശ്വാസി അവരുടെ ജീവിതത്തെ അവർ പണിതെടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കൂരിരുൾ താഴ്വരകളിൽ കൂടെ നടന്നിരുന്നാലും ശരി, ഞാൻ ഒരനർത്ഥമോ ഭയപ്പെടുകയില്ല എന്നുള്ളതായ ഒരു വലിയ ഒരു ജീവിതത്തിന്റെ ആ ധൈര്യശാഖയിലേക്ക് നമുക്ക് വളരുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനം, വാഗ്ദത്തങ്ങൾ നിന്നെ സഹായിക്കുമാറാകട്ടെ. ദൈവം നിന്നെ ശക്തീകരിക്കുന്നതിനാൽ, ദൈവത്തിനോടുകൂടെ ഉള്ളതിനാൽ ആ ബലത്തിൽ വളർന്നു വരുവാൻ തക്കതായ കൃപയും ജ്ഞാനവും അനുഭവം തന്ന് ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിലനിർത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.